കഴിഞ്ഞ ദിവസം കുഴഞ്ഞുവീണ് മരിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപാലകിയുടെ വീട് സന്ദർശിച്ച് കെ ശൈലജ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ദീപലേഖ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, നാട്ടുകാർക്കേറെ പ്രിയപ്പെട്ട ഒരു HI ആയിരുന്നു എന്നുള്ളത്. അവിടെ ചൊക്ലി ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഈ ഒരു വലിയ വിഷമം ഉണ്ടായിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വല്ലാത്ത ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള മരണമാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. കാരണം ദീപലേഖയ്ക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് സ്ഥലം മാറ്റം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊടുത്തു. നേരത്തെ കൂത്തുപറമ്പിലേക്ക് മാറ്റിയപ്പോൾ മട്ടന്നൂരേക്ക് മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മട്ടന്നൂരേക്ക് മാറ്റിയപ്പോൾ തന്നെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റരുത് എന്ന് പറഞ്ഞൊരു അപേക്ഷ കുമ്മണ്ടിന് കൊടുക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അവരെ വീണ്ടും സ്ഥലം മാറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥലം മാറ്റമെല്ലാം മാനുഷിക പരിഗണന കൂടി കണക്കിലെടുത്തുകൊണ്ടാവണം. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്ഥലം മാറ്റാതിരിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും തീരെ ഇല്ലാത്ത ആളുകളില്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ മാറ്റി നിശ്ചയിക്കുകയൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ പറയുന്ന നോംസ് എല്ലാം തന്നെ അതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണല്ലോ. ഞങ്ങളെല്ലാം ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി വരുമ്പോൾ അവരെ പരമാവധി സ്ഥലം മാറ്റാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആക്സിഡൻറ്റിൻ്റെ പരിക്കോടുകൂടിയാണ് ആ HI ജോലി ചെയ്തിരുന്നത്, ദീപലേഖ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു പ്രതികാര നടപടി പോലെ മാറ്റുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കേരളത്തിൽ ഒരു ഗവൺമെൻറ്റും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗവൺമെൻറ് മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഒരുമാതിരി വലിയ പ്രതികാരം ചെയ്യുന്നത് പോലെ തലങ്ങും വിലങ്ങും മനുഷ്യരെ മാറ്റുകയാണ്. ഇപ്പോൾ കേരളത്തിൽ 3-4 ആത്മഹത്യകൾ ഈ സ്ഥലം മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അത് പ്രയാസം താങ്ങാനാവാതെ മരണമുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു വല്ലാത്തൊരു പ്രഷറും കൂടിയാണ് ഇത്തരത്തിലൊരു സ്ട്രോക്ക് വരാനും ദീപലേഖ നമ്മളിൽ നിന്ന് മാറിപ്പോകാനും അവരുടെ ജീവൻ വെടിയാനും കാരണമായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള ഒരു സ്ഥലം മാറ്റൽ, ഏതെങ്കിലും സംഘടനയുടെ പ്രവർത്തകരാണെങ്കിൽ പ്രത്യേകിച്ച് അവരെ തെക്ക് വടക്ക് ഓടിക്കുക എന്നൊരു സമീപനം ഇപ്പോൾ സ്വീകരിച്ചതായി കാണുന്നുണ്ട്. സർക്കാർ അത്തരം സമീപനം അടിയന്തരമായിട്ട് അവസാനിപ്പിക്കണം. ആളുകളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയുണ്ടാവരുത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.